ഇന്ന് 17th February. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വീഡിയോ നമ്മൾ നോക്കുന്നത് അദാനി പോർട്ടിന്റെ ഇന്റേണൽ പെർഫോമൻസ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ തന്ന ട്രേഡുകളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതിന്റെ ഒരു സ്ട്രാറ്റജിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അദാനി പോർട്ടിൽ നമുക്ക് 2 ട്രേഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വൈറ്റ് വോട്ടിംഗ് ലൈനിന്റെ ഡേ സെപ്പറേഷൻ ആണ്. അതായത് ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈ നല്ലൊരു മൂവ്മെന്റ് ആണ് മോർണിംഗിൽ തന്നെ നമുക്ക് കിട്ടിയത്. കൺഫേം ആയിരുന്നു. നമുക്ക് ആരോ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ നമുക്ക് താഴത്തെ ബാറില്ല, നമ്മുടെ കൺഫർമേഷൻ ബാർ ഇതുപോലെ ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് സോൺ ബൈ സോണിലോട്ട് വരണം. അപ്പോൾ രാവിലെ നമുക്ക് നല്ലൊരു മൂവ്മെന്റിലുള്ള ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ നമുക്കൊരു സെൽ സിഗ്നലാണ് വന്ന് കിടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് മേഖലയിൽ മെൻഷൻ ആകുന്നത്. 2:15 നമുക്ക് ആ ഒരു ട്രേഡ് വന്നിരിക്കുന്നത്. 1563.70 ഇപ്പോൾ 2:50. പക്ഷേ ഇത് കൺഫേം അല്ല. കാരണം നമുക്ക് കൺഫർമേഷൻ പാർട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ട്രേഡ് എടുത്തേച്ചത്. അതായത് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രേഡുകൾ കാണിച്ചു തരും. എല്ലാ ട്രേഡും നമ്മൾ എടുക്കേണ്ട, കൺഫേമായ എൻട്രീസ് എടുക്കുക. സെല്ലാണെങ്കിൽ ഈ ആരോ വന്ന ശേഷം താഴെ നമ്മുടെ കൺഫർമേഷൻ ബാറില്ലേ, അത് റെഡ് ആകണം. അതുപോലെ പ്രൈസ് എന്ന് പറയുന്ന സെൽ സോണിൽ തന്നെ വരണം. അതായത് 2 കൺഫർമേഷൻ ഓക്കെ ആയ ട്രേഡുകൾ മാത്രം എടുക്കുക. ട്രേഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും, അലർട്ട് മെസ്സേജ് വരും. മേഖലയുടെ എൻട്രി പോയിന്റ് കാണിച്ചാൽ അതേ ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിലുണ്ടാവും. താഴത്ത് നോക്കിയാൽ നമുക്ക് 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെയാണ് സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ചു തരുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്ന സ്ട്രാറ്റജി. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.